ഹായ് ഹലോ ഫ്രം തുളസി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മളെ കൊല്ലത്തേക്ക് പോകണം, കൊല്ലം കോട്ടയത്തേക്ക് അനുപേട്ടന്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അനുപേട്ടന്റെ വീട്ടിലേക്ക് പോയിട്ട് അനുപേട്ടന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിട്ട് പോവാണ്. അനുപേട്ടൻ എന്ന് പറയുന്നത് ഇച്ചുവേട്ടന്റെ ഫ്രണ്ടാണ്. അപ്പം ഈ ഒരു പാലം എന്ന് പറയുന്നത് പാട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള പാലമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പാലം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോ ആർക്കും ഈ പാലത്തിന്റെ പേര് അറിഞ്ഞെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഈ പോകുന്ന വഴികളിലൊക്കെ ഫുള്ളായിട്ട് ഈ കണിക്കൊന്ന പൂത്തിരിക്കുന്ന സമയമാണ് കേട്ടോ. ഏപ്രിൽ അല്ലേ, വിഷുവിന്റെ സമയമാണിത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങള് അന്നല്ല, അതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ സാമ്പ്രാണിക്കൊടി പോയിട്ടുണ്ടായിരുന്നു. സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത് ആലപ്പുഴയുടെ ബാക്ക് വാട്ടറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതൊരു ദ്വീപാണ് ആക്ച്വലി. അതായത് നമ്മുടെ അഷ്ടമുടി കായലുണ്ടല്ലോ, അഷ്ടമുടി കായലാണ് ശരിക്കും ഇത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് സാമ്പ്രാണിക്കൊടിയിലേക്ക് ബോട്ട് ഉണ്ട്. പെർ ഹെഡ് 150 റുപ്പീസ് ആണ്. അപ്പൊ നമുക്ക് ബോട്ടിൽ കയറിയിട്ട് നമ്മൾ സാമ്പ്രാണിക്കൊടിയിൽ അവര് നിർത്തിയിട്ടാ. നല്ല രസമാണ്. നമ്മൾ എത്തിയ സമയം ഒരു നട്ടുച്ച വെയിലിന്റെ സമയമായിരുന്നു. മോർണിംഗും ഈവനിങ്ങും ആയിരിക്കും അവിടെ കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നട്ടുച്ചയാണെങ്കിൽ നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വൈബാണ് അവിടെ പോകാൻ വേണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ അവിടെ നമ്മൾ ഇറക്കുന്നുണ്ട്. നമ്മളവിടെ ഇറക്കിയിട്ട് ഇത്ര ടൈമിനൊന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് അവിടുന്ന് എപ്പോഴാണ് മടുക്കുന്നത് ആ സമയത്ത് നമുക്ക് അവിടുന്ന് തിരിച്ചു പോവാം. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു തോണി പിടിച്ചിട്ട് ഈ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. എനിക്കിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ദൗത്യം പടത്തില്, മോഹൻലാലിന്റെ ഒരു ദൗത്യം എന്ന് പറഞ്ഞ പടമില്ലേ, ആ പടത്തിൽ ഇതുപോലത്തെ ഒരു സീൻ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അടിപൊളിയാണ് വ്യൂ എന്ന് പറയുന്നത്. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അവിടെ എനിക്ക് ഏറ്റവും ഒരു ആശ്ചര്യം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കച്ചവടം ചെയ്യുന്ന ചേച്ചിമാരാണ്. അപ്പോ വെള്ളത്തിന്റെ മുകളിലല്ലേ അവര് കച്ചവടം ചെയ്യുന്നത്. അപ്പൊ 9 മണി തൊട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും സമയം ഇവർ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. അവർക്ക് ടോയ്ലറ്റ് പോകാനോ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു ദൗത്യം എന്ന് പറഞ്ഞ സിനിമയിലെ സീൻ എന്ന് പറയുന്നത് ഈ ഒരു സീൻ കണ്ടപ്പോഴാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. കൊല്ലം ജില്ലയിൽ വരുന്ന സമയത്ത് ജഡായു പാറയും ലൈറ്റ് ഹൗസ് ഒക്കെ പോകുന്നതിന് പകരം ഈ സാമ്പ്രാണിക്കൊടിയിൽ കൂടി ഒന്ന് വന്ന് നോക്കട്ടെ. അടിപൊളിയാണ്. നമുക്ക് ഇങ്ങനെ റെയർ ആയിട്ട് മാത്രമല്ല ദ്വീപൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് നോക്കുമ്പോൾ അതിന്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. അപ്പൊ നമ്മൾ തിരിച്ചെത്തിയ ശേഷം അവിടെ അമ്പലത്തിലൊരു ഉത്സവം ഉണ്ടായിരുന്നു, ആനവാൽപ്പിടി എന്നൊക്കെ പറഞ്ഞിട്ട്. കൊല്ലത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള ഉത്സവമാണ്. അപ്പൊ അതിന്റെ കാഴ്ചകൾ പോകുന്നുണ്ടായിരുന്നു. നമ്മളെ അനുപേട്ടന്റെ വീടിന്റെ ഫ്രണ്ടില് അത് നിൽക്കുന്നതാണ് അനൂപ് എന്ന് പറയുന്ന ചേട്ടൻ. അപ്പോ കുഞ്ഞുമോൻ ആ സമയത്ത് നല്ല ഡാൻസും കളിയൊക്കെ ആയിരുന്നു. പിള്ളേരൊക്കെ ഭയങ്കര വൈബിൽ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വളരെ ടയേർഡ് ആയതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു തിരിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.